വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയെ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ വിജയുടെ കടിഞ്ഞാൺ സ്റ്റാലിൻ്റെ കയ്യിലായിരിക്കുമെന്നൊരു പറച്ചിലുണ്ട്. അത് ശരിയാണോ സർ? ആയിക്കൂടെ ആകില്ല. കാരണം വിജയന് അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ല സ്വന്തം പാർട്ടിയുടെ. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ ക്ലച്ചുകളൊക്കെ മേടിക്കാൻ വേണ്ടി ഓടി നടക്കിയിരുന്നില്ലേ 2-3 ദിവസം കൊണ്ട്. അപ്പോൾ ലീഗ്, CPM, കോൺഗ്രസ്, VCK. അപ്പോൾ ഇവരെല്ലാവരും പോയതൊക്കെ സാലിനോട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും തന്നെ. എല്ലാവരും VCK ഒക്കെ ഏറ്റവും ഒടുവിലാണ് വരുന്നത്. അതെ, സ്റ്റാലിന് കോൺഗ്രസ് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിൽ അവരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഞങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ അനുവദിക്കരുത് ഒന്ന്. പക്ഷെ അതിൻ്റെ ഇടയിൽ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പാർലമെൻറ്റ് സീറ്റ് പോലും വേണ്ടാന്ന് സ്റ്റാലിൻ പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതുണ്ട്, അത് മുൻപൊരിക്കൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71-ൽ. അന്ന് AIDMK ഇല്ല, DMK ഉള്ളൂ. അസംബ്ലി നിങ്ങളെടുത്തോ, പാർലമെൻറ്റ് ഞങ്ങളും എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് പാർലമെൻറ്റിലേക്ക് ഇവർ മത്സരിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും അതുപോലെയൊക്കെ ആവർത്തിക്കാം. ഈ സ്റ്റാലിൻ്റെ കയ്യിലേക്ക് ഈ ചരട് വരിക എന്ന് പറയുന്നത് അത്ര അത് വിജയന് സുഖമായിരിക്കില്ല. അതിപ്പോൾ ഇയാളോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം മേടിച്ച് പോയിട്ട് അപ്പുറത്ത് പിന്തുണ കൊടുത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇയാളോട് അവർക്കൊരു കൂറ് ഇയാളോട് ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ എന്തിനത്ര യാത്ര പറഞ്ഞാൽ പോയാൽ പോരെ. ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പിൻവലിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു ചെറിയ കാര്യം മതിയാവും. അതും വേണമെങ്കിൽ ആവാം, അതും ഒരു സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് ഏതായാലും ഇയാളുടെ ഒന്നാമത് എപ്പോഴും ഈ അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ലാതെ പോസ്റ്റ് പോൾ അലയൻസ്, അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. പ്രീ പോൾ അലയൻസ് അല്ല, പോസ്റ്റ് പോൾ അലയൻസിൽ ഇവരൊക്കെ ഇന്ത്യ സഖ്യമാണ്. ഈ കോൺഗ്രസും ലീഗും CPM ഒക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആൾക്കാരാണ്, DMK എല്ലാം കൂടെ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഭരണത്തിനോടുള്ളൊരു മോഹം കൊണ്ടും ഭരണകക്ഷി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടാനും വേണ്ടിയിട്ടാണല്ലോ ഇവരിതിപ്പോൾ ചെയ്തത്. അപ്പോൾ പോസ്റ്റ് പോൾ അലയൻസ് ചില സമയത്ത് പ്രശ്നം ഉണ്ടാവും. കാരണം ഈ മെയിൻ പാർട്ട്ണർ, ഇതിലിപ്പോൾ വിജയ് മെയിൻ പാർട്ട്ണറെ സംബന്ധിച്ച് അവർ കൊടുത്തിട്ടുള്ള ചില പ്രോമിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇലക്ഷൻ മാനിഫെസ്റ്റോൻ്റെ രൂപത്തിൽ. അപ്പോൾ ആ കാര്യങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും ഇവരായിട്ട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന കാര്യം, ഇവരന്ന് എതിർച്ചേരിയിലല്ലേ. അപ്പോൾ രണ്ട് കൂട്ടരും ഒരേപോലത്തെ മാനിഫെസ്റ്റോ ഇറക്കില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന ഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് ഇതൊക്കെ പ്രശ്നമാണ്. ഇവർക്ക് വേണമെങ്കിൽ പിൻവലിക്കാം, സംഭവിച്ചുകൂടാകില്ല. DMK ചിലപ്പോൾ അവർ പ്രേരിപ്പിക്കും. കാരണം DMKക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പലതും വിജയ് ചെയ്യും. കാരണം അയാളുടെ മാനിഫെസ്റ്റോ DMKയുടെ മാനിഫെസ്റ്റോന് വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് ഇരിപ്പ് കംഫർട്ടബിൾ ആയുള്ള ഇരിപ്പായിരിക്കില്ല വിജയിൻ്റെ. ഇതിനിടയിലാണല്ലോ വിജയ് ഏറ്റവും പ്രതിസന്ധിയിലായ ഒരു സാഹചര്യം വരുന്നത്. AIDMKയും DMKയും അലയൻസ് വരുന്നു എന്നുള്ളത്. അവിടെയാണ് പെട്ടെന്നൊരു ഇടിപിടി എന്നുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നത്, VCK വരുന്നത്. അത് ആ ഒരു തന്ത്രം സത്യത്തിൽ സ്റ്റാലിൻ്റേതായിരുന്നു. സ്റ്റാലിൻ്റെ തന്ത്രം തന്നെയായിരിക്കും. കാരണം ഇയാളെ ഡെസ്പാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ കൂട്ടി വേണമെങ്കിൽ ആൾ വരട്ടെ. ഏതായാലും DMK എനിക്ക് താല്പര്യമുള്ള ആളിലേക്ക് വിജയ് എത്തിപ്പെടുക എന്നുള്ളത്, അതുവഴി അതിലേക്ക് എനിക്കൊരു എൻട്രി ഉണ്ടാക്കുക, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുക, ഒരു ചരട് കയ്യിലുണ്ടാവുക. അല്ലാതെ AIDMK DMK തമ്മിലുള്ള ഒരു അലയൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. പക്ഷെ എല്ലാവരും സത്യത്തിൽ നമ്മൾ പറയില്ല അന്തം വിട്ടുപോയി എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഇൻക്രെഡിബിൾ ആണ്. ബദ്ധവൈരികളായിട്ടുള്ള രണ്ടുപേര് വിജയ്ക്കെതിരെ ഒരേ പാർട്ടിയിൽ നിന്ന് അടിച്ച് പിരിഞ്ഞു പോയ ആൾക്കാർ. അതെ. അപ്പോൾ അത് സാധാരണഗതിയിലൊരു പോസിബിൾ അല്ല, അത് അൺലൈക്ക്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതും അപ്പോൾ അതിന് ആ നിലയ്ക്കൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിരിക്കും സ്റ്റാലിന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിന് വേണ്ടി പറഞ്ഞതായിരിക്കും, അതിന് സാധ്യതയുണ്ട്. ഏതായാലും അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ലാതെ പോസ്റ്റ് പോൾ അലയൻസ് വഴി വരുന്ന ഭരണം നമ്മളിപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ കണ്ടതല്ലേ. ഇപ്പോൾ 2004 BJPയുടെ ഭരണം പോയി. ആ സമയത്ത് ഇവർക്ക് നമ്പേഴ്സ് ഇല്ല കോൺഗ്രസ്സിന്. ആ സമയത്ത് എന്താ ചെയ്തത്? ഇടതുപക്ഷങ്ങൾ പുറത്ത് നിന്ന് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞ അവസാനം ഇതിൻ്റെ
യു എസ് ആയുള്ള ന്യൂക്ലിയർ പാക്റ്റിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇവർ പിൻവലിച്ചു. അപ്പോഴേക്കും ഏകദേശം അവസാന കാലം ആവാറായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ പിന്തുണ ഇല്ലാതെ തന്നെ അവർ ഭരണത്തിൽ വന്നു 2009. പക്ഷേ സാധാരണ ഇതിൽ ഇതാണ് പ്രശ്നം. ഈ പോസ്റ്റ് പോൾ അലയൻസ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം തലേ ദിവസം വരെ പരസ്പരം നിന്ന് ചീത്ത പറഞ്ഞിരുന്നവരാണ്. ആശയങ്ങളുടെ പേരിലും തത്വങ്ങളുടെ പേരിലും നയങ്ങളുടെ പേരിലും പോളിസികളുടെ പേരിലും പരിപാടികളുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിലും ഒക്കെ ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തലേ ദിവസം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് വഴക്കും ബഹളമായിട്ട് നടന്നിരുന്ന ആൾക്കാർ, കത്തിക്കുത്തുമായിട്ട് നടന്ന ആൾക്കാർ പിന്നെ ഒരുമിച്ചിരുന്ന് ഭരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖമൊന്നുമില്ല. പക്ഷേ പോസ്റ്റ് പോൾ അലയൻസ് നമ്മുടെ നാട്ടിലിപ്പോൾ അത് തുടർക്കഥയായി. ഇപ്പോൾ 86-ലും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്. 96 അലർജിയുടെ ഗവൺമെൻറ്റിന് 13 ദിവസം കഴിഞ്ഞിട്ട് പോകേണ്ടി വന്നു. അതിന് ഭൂരിപക്ഷം ഉണ്ടായില്ല. ആ സമയത്ത് ദേവഗൗഡയെ CM ആക്കിയപ്പോൾ എന്താ ചെയ്തത്? ഇവരെല്ലാവരും ഒന്നിച്ചു അല്ലേ. BJP നോൺ BJP അല്ലെങ്കിൽ നോൺ ശിവസേന മാത്രം BJPയിലുള്ള വന്നു. അപ്പോൾ അതല്ലാത്ത ആൾക്കാരെല്ലാവരും ഒരുമിച്ചില്ലേ. അങ്ങനെ ടേമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് തമാശന് പറഞ്ഞ പോലെ കേരളത്തിലെ ആരോ ട്രോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, തിങ്കൾ ചൊവ്വ KC വേണുഗോപാൽ, ഞായറാഴ്ച അവധി, പൊതുവധി. അപ്പോൾ അതേപോലെ ചെയ്തില്ലേ. ഒരു കൊല്ലം ദേവഗൗഡ, പിന്നെ ഒരു കൊല്ലം ഗുജറാൽ. അപ്പോൾ എല്ലാവർക്കും പ്രധാനമന്ത്രിയാവാനുള്ള ഓരോ ചാൻസ്. അപ്പോൾ അതൊക്കെ ഈ അതൊന്നും വർക്ക് ചെയ്തില്ലല്ലോ. ഒരു പോസ്റ്റ് പോൾ അലയൻസ് ആയുള്ള പ്രശ്നം ഇതാണ്. സർ, ഇതിനിടയിൽ ഉയർന്നു വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 67 വർഷത്തെയാണ് തോന്നുന്നത് അല്ലേ, ദ്രാവിഡ രാഷ്ട്രീയം തമിഴ്നാട്ടിലെ. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഒരു തിരശീല വീഴുകയാണോ എന്നുള്ളൊരു ചോദ്യവും വന്നിരുന്നു വിജയുടെ ഒരു ആവിർഭാവത്തോടു കൂടി. പക്ഷേ ഇപ്പോൾ സ്റ്റാലിൻ്റെ ഈ ബാക്ക് സീറ്റ് എൻട്രി കാണിക്കുന്നത് ദ്രാവിഡ രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ളത് കൂടിയല്ലേ. അല്ല, അത് ശരി തന്നെയാണ്. പക്ഷെ അതിൽ ഒരു ശ്രദ്ധേയമായൊരു കാര്യം, 67 മുതൽ ഇതുവരെ ഈ DMK എന്ന് മറ്റേ AIADMK, എന്നാലും DMK ഉണ്ടല്ലോ, ഈ രണ്ടുപേരല്ലാത്തൊരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിട്ടില്ല. അതെ, ആ രാഷ്ട്രീയമാണ് ഇപ്പോൾ വിജയ് വരുമ്പോൾ മാറ്റം നിർത്തപ്പെടുന്നത്. അതായത് ഞാൻ അത്രയൊരു വർഷത്തെ ദ്രാവിഡ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്ന മണ്ണിനാണ് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതെ, അപ്പോൾ അവിടെയും പക്ഷേ പിൻസീറ്റ് വഴി ചെയ്യാമെന്നാണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത്. അത് കുറേ ശരിയാവാൻ ചാൻസ് ഉണ്ട്. സ്റ്റാലിനാവുമ്പോൾ ഞാൻ കണക്കൂട്ടുന്നൊരു കാര്യം, ഈ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, സനാതനധർമ്മ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവാഞ്ചലിസ്റ്റിക് ഫണ്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് അങ്ങനെ എന്താ പറയുക, മറയിലിരുന്നു കൊണ്ടുള്ളൊരു സഖ്യം തീർക്കുന്നതിന് പ്രശ്നവും ഉണ്ടാകുന്നില്ലല്ലോ. പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ DMK സംബന്ധിച്ച് ഇവാഞ്ചലിസ്റ്റുകളോട് നിൽക്കാൻ DMKക്ക് എന്താ പ്രശ്നം? ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളിലൂടെ നിൽക്കാൻ സ്റ്റാലിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എനിത്തിങ് അഗെയിൻസ്റ്റ് ഹിന്ദു, എനിത്തിങ് അഗെയിൻസ്റ്റ് RSS, എനിത്തിങ് അഗെയിൻസ്റ്റ് BJP, എനിത്തിങ് അഗെയിൻസ്റ്റ് വിശ്വഹിന്ദു പരിഷത്ത്, ഐ ആം ദർ എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ശ്രദ്ധേയമായ വേറൊരു കാര്യമുണ്ട്. 67-ന് ശേഷം കോൺഗ്രസ് MLA ട്രഷറി ബെഞ്ചിൽ ആദ്യമായിട്ട് ഇരിക്കാൻ പോവുക. ഓക്കെ, 67 ആണ് ഭക്തവത്സരം ഗവൺമെൻറ്റിൻ്റെ ഭരണം കഴിഞ്ഞത്. ആദ്യമായിട്ട് അണ്ണാദുരൈ മുഖ്യമന്ത്രിയായിട്ട് DMK മിനിസ്ട്രി വരുന്ന 67-ലാണ്, പൊതു തിരഞ്ഞെടുപ്പിലാണ്. അന്ന് ലോക്സഭയും മിക്കവാറും അസംബ്ലി തിരഞ്ഞെടുപ്പൊക്കെ മിക്കവാറും അന്ന് ഒരേ സമയത്തായിരുന്നു മിക്ക സ്റ്റേറ്റുകൾ, 99% സ്റ്റേറ്റിലും. കേരളത്തിലൊക്കെ EMS മന്ത്രിസഭ വന്നു. അതാദ്യമായിട്ട് നോൺ കോൺഗ്രസ് മന്ത്രിസഭകൾ ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകളിലും വന്നൊരു വർഷമാണത്. ബംഗാളിൽ അജയ് കുമാർ മുഖർജി എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാ കോൺഗ്രസിൻ്റെ ആൾ മുഖ്യമന്ത്രിയായി, ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയായി, CPM കൂടി, ഇവിടെ EMS, അവിടെ അണ്ണാദുരൈ. പിന്നെ കോൺഗ്രസ്സുകാരന് ട്രഷറി ബെഞ്ച് കണി കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണെന്ന് ഒന്ന് കണി കാണാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഓടിപ്പോയത്. സഹോദരൻ, ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണെന്നല്ലേ പറയുന്നത്, ഫാൻസി ഡ്രസ്സുകാരൻ രാഹുൽ ഗാന്ധി. അപ്പോൾ ട്രഷറി ബെഞ്ചിൽ ഇരിക്കാൻ അങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും ട്രഷറി ബെഞ്ചിൽ ഇരുന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു വർഷം മന്ത്രിയാക്കും, ഒരു മന്ത്രിസ്ഥാനം കിട്ടിയേക്കും.
അപ്പോൾ ആദ്യമായിട്ട് 67 ശേഷം 67 മാർച്ചിന് ശേഷം ആദ്യമായിട്ടൊരു കോൺഗ്രസ് മന്ത്രി ഉണ്ടാകാൻ പോവുക തമിഴ്നാട്ടിൽ.